ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ആക്ഷന്റെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഡേറ്റ പുറത്തു വന്നതൊന്ന് അനാലിസിസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. 5 മണിക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ട്രേഡ് ഡെഫിസിറ്റിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് 21.94 22.35 കൂടിയിട്ടുണ്ട്, വിച്ച് ഈസ് ബാഡ് ഫോർ എക്കണോമി. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? നമ്മുടെ രാജ്യം ഒരു 80 കോടി ഡോളറിന് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അതേസമയം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് ആവശ്യത്തിനൊക്കെ പല മെറ്റീരിയൽസും പല പ്രോഡക്റ്റുകളും ഇമ്പോർട്ട് ചെയ്യുന്നത് 100 കോടി ആണ് എന്നും കരുതുക. അപ്പൊ അവിടെ 20 കോടിയുടെ ഡിഫറൻസ് ഉണ്ട്. നമ്മളെ എക്സ്പോർട്ടിനേക്കാൾ കുറവ് ഇമ്പോർട്ടാണ്. അതാണ് അപ്പൊ 20 കോടി ഡോളറാണ് അവിടുത്തെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുന്നതിനനുസരിച്ച് എക്കണോമിക്ക് ബാഡ് ആണ്. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇത് കുറച്ച് വരുന്നുണ്ട്. വി ആർ ഇംപ്രൂവിങ് വെരി വെരി വെൽ. പക്ഷെ കഴിഞ്ഞതെടുത്ത് നോക്കുമ്പോൾ ഇവിടെ 0.4 21.94 22.35 എന്ന് പറയുമ്പോൾ 0.4 ബില്യൺ ഡോളറിന്റെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ എക്സ്പോർട്ട് വീണ്ടും കുറഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ ഇമ്പോർട്ട് കൂടിയിരിക്കുന്നു. എക്സ്പോർട്ട് കുറഞ്ഞിരിക്കാനാണ് സാധ്യത. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടില്ല നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് ഒന്ന് മനസ്സിലുണ്ടാവാം, ഇതൊരു നെഗറ്റീവ് ആസ്പെക്ട് എക്കണോമിയിൽ ആൾറെഡി ഉണ്ട് എന്നുള്ളത്. ഇനി പ്രൈസ് ആക്ഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഡേ ക്യാൻഡിലാണ്, നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് കാണുന്നത്. ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന രീതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും മാർക്കറ്റിന്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ട്രെൻഡ് തീരുമാനിക്കുന്ന ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ലെവലിന്റെ പ്രാധാന്യം വലിയ ഫാള് വന്ന ഈ ഒരു സോണാണത്, കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തവണ ഇവിടുന്ന് ബൗൺസ് ചെയ്തു. ഈ ലെവലിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യാൻ ട്രൈ ചെയ്തു ഒരു തവണ, രണ്ടാമത്തെ തവണ ബൗൺസ് ചെയ്യാൻ ട്രൈ ചെയ്തു, പരാജയപ്പെട്ടു. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴെ പോയി. പിന്നീട് അത് ക്രോസ് ചെയ്തു. പിന്നീട് ഇവിടെ ഒരു തവണ ഇതൊന്ന് ഡിസപ്പിയർ ആവട്ടെ. ഓക്കെ, പിന്നീട് ഒരു തവണ ഇവിടുന്ന് അതിന്റെ മുകളിൽ പോയതിനു ശേഷം വൺസ് അഗെയിൻ ഇതൊരു മാനിപ്പുലേഷൻ പോലെ ലെവലിന്റെ താഴെ വന്ന്, കണ്ടോ? ഈ ലെവലാണ് കാണുന്നത്, റൈറ്റ്? ഈ ലെവലിന്റെ താഴെ വന്നിട്ട് ബൗൺസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. അതൊരു ബുള്ളിഷ് സിഗ്നലാണ് ഇവിടെ സംഭവിച്ചത്. ഇതിന്റെ താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് കയറി നിൽക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ഇനി ഒരു ടേണിംഗ് പോയിന്റ് വരാനുള്ളത്. അപ്പൊ ഇതിന്ന് ഈ ഭാഗത്തുനിന്ന് എവിടെയാണ് നാളെ മാർക്കറ്റിന്റെ ക്ലോസ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കും. ഇപ്പൊ 23,381 നിൽക്കുന്നത്. കറക്റ്റ് ലെവൽ ഞാൻ ലെവൽ ഓൺ ചെയ്തിട്ട് ലൈനുകൾ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇനി അങ്ങോട്ട് നമ്മൾ ഒരു താൽക്കാലികമായിട്ട് ട്രെൻഡ് നോക്കി എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 സിനാരിയോകൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഒരാഴ്ചയിലേക്കുള്ള ട്രെൻഡിനുള്ള സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് റീട്രേസ് ചെയ്തിട്ട് ഈ ലെവൽ വരെ വന്ന് അതിനുശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധ്യത. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് വന്നിട്ട് ഈ ഒരു ലെവൽ വരെ കൂടെയൊക്കെ വന്നതിന് ശേഷം പിന്നെ ട്രെൻഡ് വീണ്ടും താഴേക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് അടുത്ത ഒരു സിനാരിയോയിലുള്ള സാധ്യത. പിന്നത്തെ ഒരു സാധ്യത ഇത് കുറച്ചും കൂടെ വലിയൊരു ഗ്യാപ് ഡൗണോ അല്ലെങ്കിൽ വലിയ ഫാളോ ഈ ഒരു ലെവൽ വരെയൊക്കെ വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ബൗൺസ് ചെയ്തിട്ട് ഈ ലെവൽ വരെയോ അല്ലെങ്കിൽ ഈ ലെവൽ വരെയോ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഈ ലെവൽ വരെയൊക്കെ ഉള്ളത് കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഇത്രയും ഒരു സാധ്യതകൾ നമുക്ക് നോക്കി കാണുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് അറിയാൻ പറ്റുക ഈ നാളെ എവിടെ ഏത് ഭാഗത്ത് ക്ലോസ് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ തൽക്കാലം നമുക്ക് വരും ദിവസങ്ങൾ ഒരു ട്രെൻഡിൽ നിൽക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മറ്റൊരു രീതിയിലും കൂടെ ഇപ്പൊ പ്രൈസ് വന്ന് നിൽക്കുന്ന ഭാഗത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ നടന്ന റാലി ഉണ്ടല്ലോ, ഈ ഒരു റാലിയുടെ അപ്രോക്സിമേറ്റ് 50% അടുത്താണ് മാർക്കറ്റ് ഫിബ് ലെവലിന്റെ 50% അടുത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അതും ഒരു ഗോൾഡൻ ഏരിയ എന്നൊക്കെ പറയുന്ന സോൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്നുള്ളത് ഈ രീതിയിലും കൂടെ നമുക്കതിനെ ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നാളെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലെവലുകളൊക്കെ നോക്കിയാൽ ആസ് യൂഷ്വൽ നമ്മുടെ ലെവലുകളിൽ തന്നെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് ഇവിടെ സപ്പോർട്ട് എടുത്തത്, ഇവിടുന്ന് റിജക്ട് ചെയ്തത്, ഇതിന് താഴേക്ക് വന്നുകൊണ്ട് ഈ സമയത്തൊന്നും മാർക്കറ്റിൽ നമ്മളില്ലായിരുന്നു. ഇവിടെയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന മുമ്പ് തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ലെവലാണ്. കണ്ടോ, ഇവിടുന്ന് താഴേക്ക് വന്ന് ബൗൺസ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള എൻട്രി, ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഒരു ലെവലിന്റെ താഴേക്ക് വന്ന് ബ്ലാക്ക് ലൈനാണ് പ്രധാനപ്പെട്ട ലെവലാണ്, അവിടെ റിജക്ട് ചെയ്ത് താഴേക്ക് വന്നു. ഈ ലെവൽ വരെ ഉള്ള ഒരു ട്രേഡ് സമ്മാനിച്ചിട്ടുണ്ട് ആദ്യ സെഷനിലൊക്കെ. ഇനി നാളേക്ക് നമുക്ക് ഇവിടെ മാർക്കറ്റ്
ഫോർ എക്സാമ്പിൾ കുറച്ച് ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ ആയിട്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഈ ഭാഗത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇതുവരെയുള്ളൊരു ബൈ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ കാണിച്ചു, ഡേ ക്യാൻഡിൽ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് റെഡ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസ്, ഒരു ഡോജി ക്യാൻഡിൽ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാളെ. അപ്പൊ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു അപ്രാലി സമ്മാനിക്കാനുള്ള സാധ്യത എന്ത് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ എടുക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടുന്ന് പോയിട്ട് ഈ ഒരു ലെവലിലൊക്കെ റാലി ചെയ്ത് എത്തുകയാണെങ്കിൽ 23,507 ആണ് ഈ ലെവല്. ഇവിടെ 23,376 നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറഞ്ഞാൽ 23,345 അപ്പൊ ഈ 345ന്റെ മുകളിലാണോ താഴെയാണോ നാളെ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞ ഇതുവരെയുള്ള ഒരു റാലി അല്ലെങ്കിൽ താഴെ നമ്മൾ ഡേ ക്യാൻഡിൽ കാണിച്ച താഴേക്കുള്ള ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന റാലി തീരുമാനിക്കുന്നത് 23,345 എന്നുള്ള ഈ ലെവലിന്റെ മുകളിൽ താഴെ എന്നുള്ളതിന്റെ ബേസിലായിരിക്കും. അപ്പൊ ഇന്നത്തത് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ആ ലെവലിന്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനിൽ എത്താൻ പറ്റും. ഇവിടെ ഈ ഏരിയ കിട്ടിയാൽ നമുക്ക് മുകളിലേക്ക് നിൽക്കാം. പിന്നെ ആ വലിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് താൽക്കാലികമായിട്ട് നെക്സ്റ്റ് ലെവൽ വരെ സെല്ലിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ കാൻഡിൽ തന്നെ റിജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവൽ വരെ സെല്ലിൽ നിൽക്കാൻ പറ്റും. ഈ സോണിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഇതുവരെയുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഒക്കെ തന്നിട്ട് ഇതിന്റെ താഴേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പമോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു വിക്ക് ഉള്ള ക്യാൻഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ലെവൽ വരെയുള്ള ബൈ, അതായത് ഇത് 23,452 ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെയുള്ള ബൈ, ഇതും മാർക്കറ്റിൽ നാളെ ഞാൻ നോക്കുന്ന ചില സാധ്യതകളാണ്. അപ്പൊ നമ്മൾ ഗസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വരച്ച് ഇങ്ങനെ ആവാനുള്ള സാധ്യതയും ഇങ്ങനെ ആവാനുള്ള സാധ്യതയൊക്കെ കാണിച്ചു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധ്യതകളിലൊക്കെ മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്പൊ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യണതെങ്കിൽ ഈ ബ്ലാക്ക് ലെവല് പ്രധാനപ്പെട്ട ലെവലായിരിക്കും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ആദ്യത്തെ കാൻഡിൽ തന്നെ വിക്ക് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്ക് ഇതുവരെയുള്ള ബൈയുടെ സാധ്യതയുണ്ട്. സെല്ലിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള സെല്ല് ഇവിടൊക്കെയാണ് ഓപ്പണിംഗ് എങ്കിൽ കുറച്ചൊരു റിസ്കി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ ലെവലിന്റെ താഴെ നിന്നാൽ പോലും അപ്പൊ കൃത്യമായിട്ടൊരു പ്രൈസ് ആക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം സെല്ലിൽ നിൽക്കുക എന്നുള്ളതായിരിക്കും നാളത്തെ പ്ലാൻ. അപ്പൊ പ്രൈസ് ആക്ഷൻ ലെവലുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒന്ന് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിലേക്ക് പോവാതിരിക്കുക. ഞാൻ ട്രേഡ് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാനാണ് നമ്മളവിടെ ട്രൈ ചെയ്യുന്നത്. നിങ്ങളെ ഒരു രീതിയിലുള്ള ട്രേഡ് റെക്കമെൻഡേഷനും അല്ല, ഞാൻ പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ വ്യൂ മാത്രമാണ്. എൻ്റെ വ്യൂ തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ, സീ യു ടുമോറോ. പിന്നെ പുതുതായിട്ട് ചാനലിൽ വന്നവർക്ക് നമ്മളുടെ മെമ്പർഷിപ്പിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. യൂട്യൂബിൽ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കാണുന്ന ബട്ടണിൽ ജോയിൻ ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്ന എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. ആക്സസ് കിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്തരം ട്രേഡുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാവാം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവസാന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷെയർ ചെയ്ത സ്റ്റോക്കുകളാണത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. ബൈ, സീ യു ടുമോറോ.